തൃശൂർ നഗരം കീഴടക്കാൻ നാളെ പുലികൾ ഇറങ്ങും. തൃശൂരിന്റെ ഓണാഘോഷത്തിന് സമാപനം കുറിച്ച് നടക്കുന്ന പുലിക്കളിക്കുള്ള ഒരുക്കങ്ങൾ മടകളിൽ പുരോഗമിക്കുകയാണ്. മഴ നിഴൽ വീഴ്ത്തുമ്പോഴും ആവേശം അതിനുമേലെ കുടപിടിക്കുകയാണ്. ചെണ്ടമേളത്തിനൊപ്പം അരമണി കിലുക്കി പുലിക്കൊട്ടിനൊപ്പം ചുവടുവെച്ച് ആർപ്പുവിളികളുമായി 400ഓളം പുലികൾ സ്വരാജ് റൗണ്ടും നഗരവും കീഴടക്കാനിറങ്ങും. വിയ്യൂർ യുവജന സംഘം, കുട്ടൻകുളങ്ങര, പാട്ടുരായ്ക്കൽ, പൂങ്കുന്നം സീതാറാമിൽ, ചക്കാമുക്ക്, കാനാട്ടുകര, ഒളരിക്കര, ശങ്കരംകുളങ്ങര, അയ്യന്തോൾ എന്നിങ്ങനെ 9 ദേശങ്ങളാണ് ഇത്തവണ പുലിക്കളിയിൽ പങ്കെടുക്കുന്നത്. ഇതിൽ ഒളരിക്കര ദേശം ആദ്യമായാണ് ചുവടുവയ്ക്കുന്നത്. വൈകിട്ട് 4-ന് വിയ്യൂർ യുവജന സംഘം ആദ്യം സ്വരാജ് റൗണ്ടിലെത്തും. ഏറ്റവും ഒടുവിലായി രാത്രി 7 മണിയോടെ അയ്യന്തോൾ ദേശവും എത്തും. 6 സംഘങ്ങൾ MG റോഡിലൂടെയും 2 ദേശങ്ങൾ വടക്കേ സ്റ്റാൻഡ് വഴി ബിനി ജംഗ്ഷനിലൂടെയുമാണ് റൗണ്ടിൽ കടക്കുക. പാട്ടുരായ്ക്കൽ ടീം ഷൊർണൂർ റോഡ് വഴിയാണ് റൗണ്ടിൽ പ്രവേശിക്കുക. ഓരോ സംഘങ്ങളിലും 35 മുതൽ 51 വരെ പുലിക്കളി കലാകാരന്മാരുണ്ടാകും. വാദ്യസംഘത്തിൽ 25 മുതൽ 35 വരെയാകും അംഗങ്ങൾ. ഇവർക്കൊപ്പം വിവിധ നിശ്ചല ദൃശ്യങ്ങളും അകമ്പടിയാകും. ബിനി ജംഗ്ഷനിൽ വൈകിട്ട് 4-ന് മന്ത്രി OJ ജനീഷ് ഫ്ളാഗ് ഓഫ് നിർവഹിക്കും. മികച്ച പുലിക്കളി സംഘം ഉൾപ്പെടെ ആകെ 9 ഇനങ്ങളിലാണ് കോർപ്പറേഷൻ നൽകുന്ന ക്യാഷ് പ്രൈസും ട്രോഫിയും അടങ്ങുന്ന സമ്മാനങ്ങൾ നൽകുക. മികച്ച ടീമിന് 70,000 രൂപയും 2ാം സ്ഥാനക്കാർക്ക് 60,000 രൂപയും 3ാം സ്ഥാനത്തിന് 50,000 രൂപയും നൽകും. കൂടാതെ നിശ്ചല ദൃശ്യങ്ങൾ, പുലിക്കൊട്ട്, പുലിവേഷം, പുലിവാഹനം, പുലിവര, പുലിച്ചമയം എന്നിവയിലും സമ്മാനങ്ങളുണ്ട്. പുലിക്കളിയോടനുബന്ധിച്ച് നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കാത്തിരിപ്പാണ്. വയറൻ പുലികളും 6 പാക്ക് പുലികളും കുട്ടിപ്പുലികളും അണിനിരക്കുന്ന തനത് നാടൻ കലാരൂപത്തിന്റെ രൗദ്രതാളങ്ങളാണ് തൃശൂർ കാത്തിരിക്കുന്നത്. TCV ന്യൂസ്, തൃശൂർ.